നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. മമ്പറം കായലോട് തെരുവുനായിയുടെ അക്രമം, 4 വയസ്സുകാരന് പരിക്ക്. വീണ്ടും കപ്പലപകടം. കപ്പലിന് തീ പിടിച്ചത് അഴീക്കലിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ. ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ കണ്ണൂരിൽ. റിട്ടയർഡ് ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കണമെന്ന് ആവശ്യം. നഗരത്തിൽ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡ്. പിടികൂടിയത് എണ്ണ ഉൾപ്പെടെയുള്ള പഴകിയ ഭക്ഷണ സാധനങ്ങൾ. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം. കുഞ്ഞനന്തൻ ബലിയാടെന്ന് EP ജയരാജൻ. ബനാന തൊഴിലാളികൾക്ക് കൂലി വർധനവ് നടപ്പിലാക്കണം. ഡിമാൻഡ് നോട്ടീസ് നൽകി 3 വർഷം കഴിഞ്ഞിട്ടും നടപടിയില്ലെന്ന് MA കരീം. മെഗാ തൊഴിൽ മേള ജൂൺ 21-ന്. ലക്ഷ്യം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുക. കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ. തുടരെയുള്ള കപ്പൽ അപകടങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് സലിം പറമ്പത്ത്. ദക്ഷിണകാശിയിൽ ഇനി ഉത്സവ നാളുകൾ. കൊട്ടിയൂർ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കുന്ന അപൂർവ ഇടം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസ്. വർഷം 3 കഴിഞ്ഞിട്ടും ഇരുട്ടിൽ തപ്പി പോലീസ്. നോക്കാം വിശദമായ വാർത്തകൾ. മമ്പറം കായലോട് തെരുവുനായിയുടെ കടിയേറ്റ് 4.5 വയസ്സുകാരന് പരിക്ക്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് കടിയേറ്റത്. കായലോട് അമ്മയുടെ വീട്ടിൽ വിരുന്നെത്തിയ എഫ്രിമോബിന്റെ ഷോൾഡറിനാണ് നായയുടെ കടിയേറ്റത്. കുട്ടിയെ ഉടൻ തന്നെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കി. ഞായറാഴ്ച 10 മണിയോടെയായിരുന്നു സംഭവം. UK-യിൽ നിന്നും അച്ഛൻ മൊബിനും അമ്മ ജിൽനയോടൊപ്പം നാട്ടിലെത്തിയ എഫ്രിൻ കായലോടുള്ള അമ്മയുടെ വീട്ടിൽ താമസിക്കാനെത്തിയതായിരുന്നു. വീടിന് മുറ്റത്തു നിന്നും കളിക്കുന്നതിനിടെ തെരുവുനായ എഫ്രിനെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ ബഹളം കേട്ട് ഓടിയെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നായയെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഷോൾഡറിൽ പരിക്കേറ്റ എഫ്രിൻ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വീണ്ടും കപ്പലപകടം. ചരക്ക് കപ്പലിന് തീപിടിച്ചത് കണ്ണൂർ അഴീക്കലിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ. കപ്പൽ നിറയെ തീപിടിക്കുന്ന വസ്തുക്കൾ. അപകടത്തിൽപ്പെട്ടത് കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻ ഹവായ് 503 ചരക്ക് കപ്പൽ. ബേപ്പൂരിൽ നിന്നും ഏകദേശം 70 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറും കണ്ണൂർ അഴീക്കലിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറുമായാണ് അപകടം നടന്നിട്ടുള്ളത്. കണ്ടെയ്നറുകളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ കാർഗോകളാണ് ഉള്ളത്. കപ്പലിൽ ഇന്ത്യക്കാരില്ലെന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ P പറഞ്ഞു. ഏകദേശം നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ നിന്നും 230 ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. അതിന് നമ്മൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ 11 ഡിഗ്രി 32 മിനിറ്റ് നോർത്തും 74 ഡിഗ്രി 37.8 ഈസ്റ്റും ആണ് ഈ പൊസിഷൻ. ഒന്നുകൂടി ഞാൻ പറയാം, 11 ഡിഗ്രി 32 മിനിറ്റ് നോർത്തും 74 ഡിഗ്രി 37.8 ഈസ്റ്റും ആണ്. ഈ 269 മീറ്റർ നീളമുള്ള വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലിൽ അതിൻ്റെ ചരക്കുകളിൽ 4 ടൈപ്പിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. സാധാരണ എല്ലാ കണ്ടെയ്നറുകളിലും കപ്പലുകളിലും ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സുകൾ ഉണ്ടാവും. അതിന് ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, അതേപോലെ തന്നെ 6.1 ആണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണെങ്കിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് IMDG എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. അതിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ്, അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. അതേപോലെ ക്ലാസ് 4.1 എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ്, അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്. അത് ക്ലാസ് 4.2-ലാണ്. അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക. അത് ക്ലാസ് 6 ആണ്. തീപിടുത്തത്തെ തുടർന്ന് ഏകദേശം 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായി സംശയിക്കുന്നുണ്ട്. കപ്പലിൽ ഏകദേശം 650-ലധികം കണ്ടെയ്നറുകളും ഉണ്ടായിരുന്നു. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഡോർണിയൻ വിമാനങ്ങളും സംഭവസ്ഥലത്ത് തിരിച്ചിട്ടുണ്ട്. കപ്പലിൽ 40 ജീവനക്കാരുണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിൽ 18 പേർ സ്വയരക്ഷയ്ക്കായി കടലിൽ ചാടിയതായും ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ കണ്ണൂരിൽ നടന്നു. കനറ ബാങ്ക് റിട്ടയേഴ്സ് അസിസ്റ്റന്റ് ജനറൽ മാനേജറും ഓൾ കേരള കനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ റീജിയണൽ ചെയർമാനുമായ KK രാധാകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കുകളിൽ നിന്നും റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കണമെന്ന് കണ്ണൂരിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര, കാരണം നമ്മൾ കാണിക്കുന്ന അത്ര സിൻസിയറിറ്റിക്കുള്ള തിരിച്ചുള്ള റിവാർഡ്, അതായത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടയർമെന്റിന് ശേഷം നമുക്കുള്ള പെൻഷൻ, നമുക്കുള്ള മറ്റുള്ള സൗകര്യങ്ങൾ അത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം നമ്മൾ ആഴത്തിൽ ആഗ്രഹിക്കേണ്ട പ്രശ്നമാണ്. മറ്റുള്ള എല്ലാ പെൻഷൻ എലിജിബിലിറ്റിയുള്ള എല്ലാ വിഭാഗങ്ങളിലും
കാലക്രമേണ ഫിക്സഡ് കാലഘട്ടത്തിൽ പെൻഷൻ ഡിവിഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഒരേ ഒരു മേഖല മാത്രമാണ് 1994 നമ്മുടെ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് പെൻഷൻ വന്നത്. 1994 ശേഷം പിന്നെ ഏതാണ്ട് 31 വർഷത്തോളമായിട്ട് യാതൊരു റിവിഷനും ഇല്ലാതെ സ്റ്റാറ്റസ് കോ ആയിരിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വളരെ വളരെ സംശയമാണ്. ബാങ്കുകളിൽ സർവീസിൽ ഇരിക്കുന്നവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുമ്പോൾ 30-40 വർഷം സേവനം ചെയ്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അനിവാര്യമായ റിട്ടയറീസിന് ഭീമമായ തുക ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ട ദയനീയ സ്ഥിതിയാണെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. കുറഞ്ഞ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കാതെ വിട്ടുനിൽക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. AKBRF ജില്ലാ പ്രസിഡന്റ് C. ഉമാപതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AC മാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PP ഭാർഗവൻ, GV ശരത് ചന്ദ്രൻ, A. ഹരിദാസ്, KV സൂരി, C. ബാലകൃഷ്ണൻ, AK ഈശ്വരൻ നമ്പൂതിരി, AV സന്തോഷ് നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ സമ്പ്രദായം ഉടനെ പരിഷ്കരിക്കുക, ബാങ്ക് റിട്ടയർഡ് സംഘടനകളുമായി IBA ചർച്ചകൾക്ക് തയ്യാറാവുക, മുതിർന്ന പൗരന്മാരുടെ റെയിൽവേ യാത്ര സൗജന്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷനും ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഉപയോഗശൂന്യമായ എണ്ണ ഉൾപ്പെടെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. തളാപ്പിലെ MBK, റാന്തൽ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടെ കോർപ്പറേഷൻ ക്ലീൻ സിറ്റി മാനേജർ PP ബൈജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഇരു സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി പിഴ ഈടാക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു പറഞ്ഞു. തളാപ്പിലെ MVKയിൽ നിന്നും ഉപയോഗിച്ച് പഴകിയ എണ്ണ, പഴകിയ വിവിധ ഭക്ഷണ സാധനങ്ങളായ തന്തൂരി ചിക്കൻ, ലോലിപോപ്പ്, ചിക്കൻ ടിക്ക, ചിക്കൻ മസാല, മസാലക്കൂട്ട്, റൈസ്, പൊറോട്ട മാവ് ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. പഴകിയ മാവ് തുറന്നിട്ട് ഈച്ച വന്നിരിക്കുന്ന നിലയിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. റാന്തലിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പഴകിയ റൈസ്, ചില്ലി ചിക്കൻ എന്നിവയും പിടിച്ചെടുത്തു. ലൈസൻസ് വ്യവസ്ഥ ലംഘിച്ചതിന് ഇരു സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി പിഴ ഈടാക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു പറഞ്ഞു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സജില വളർപ്പങ്കണ്ടി, PHI മാരായ ഫിയാസ് R, ബിന്ദു E എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമെന്ന് EP ജയരാജൻ. TP വധക്കേസ് പ്രതി കുഞ്ഞനന്ദനെ ഇല്ലാതാക്കിയത് ഭരണകൂട താൽപര്യവും ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവവുമാണ്. ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി തടവറക്കുള്ളിൽ കുഞ്ഞനന്ദൻ ലഭിച്ചില്ലെന്നും കുഞ്ഞനന്ദൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയെന്നും EP ജയരാജൻ പറഞ്ഞു. കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾ, മറ്റ് ഭിന്നലിപ്പ ശക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് സഖാവ് കുഞ്ഞനന്ദനെ
കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. നീതി ലഭിക്കാതെ നാടിനു വേണ്ടി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു. നീതിപീഠത്തിന്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി. പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ പീഠത്തിന്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സഖാവ് കുഞ്ഞനന്ദനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി. ബനാന തൊഴിലാളികൾക്ക് ഉടൻ കൂലി വർധനവ് നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. ഡിമാൻഡ് നോട്ടീസ് നൽകി 3 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും 2 വർഷം കൂടി നീട്ടിത്തരണമെന്ന അസോസിയേഷന്റെ വാദം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബനാന തൊഴിലാളി യൂണിയൻ STU കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളും തൊഴിൽ ദാതാക്കളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. തൊഴിലാളികൾക്ക് വാർദ്ധക്യകാലത്ത് സംരക്ഷണം ലഭിക്കുന്നതിനായി ചുമട്ടുതൊഴിലാളി ക്ഷേമനിധിയിലോ ഷോപ്പ് ആക്ടിന്റെ പരിധിയിലോ ഉൾപ്പെടുത്തണം. സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ലേബർ ഓഫീസർമാർ ഇൻസ്പെക്ഷൻ നടത്തി രജിസ്ട്രേഷൻ ചെയ്യിക്കാറാണ് പതിവെങ്കിലും ഇപ്പോൾ അങ്ങനെയൊരു സംഭവം പോലും നടക്കുന്നില്ല. ഇത് ലേബർ ഓഫീസർമാരുടെ കുറ്റമല്ലെന്നും സർക്കാർ നയമാണെന്നും അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തൊഴിലാളികളെ ശത്രുക്കളായി കാണുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും MA കരീം കുറ്റപ്പെടുത്തി. ഷോപ്പ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൺഅറ്റാച്ച്ഡ് ചുമട്ടുതൊഴിലാളികൾ കിട്ടുന്ന എല്ലാ ആളുകളും ഷോപ്പ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തിയാലും കിട്ടും. പക്ഷേ ലേബർ ഡിപ്പാർട്ട്മെന്റ് കാലാകാലങ്ങളായിട്ട് ചെയ്യേണ്ടുന്ന പണി കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തി അത് പരിശീലിക്കാവുന്നതാണ്. അതിനുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല. അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് കുറ്റമല്ല, സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുകൂലമായ നിലപാടാണ്. കച്ചവടക്കാർക്ക് അനുകൂലമാണത്, തൊഴിലാളികൾക്കല്ല. ഇതെല്ലാം കൊണ്ട് തൊഴിലാളികളുടെ അവന്റെ അവസാന, അതായത് അയാളുടെ വാർദ്ധക്യകാലത്ത് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവ ചെയ്യുക. അത്തരത്തിലുള്ള ഈ തൊഴിലാളികൾക്ക് കൃത്യമായി കൂലി കൊടുക്കുക എന്ന് പറയുമ്പോൾ വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമായതാണ് എന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇവിടെ കച്ചവടക്കാർ പറയുന്നു ഞങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണ്, ഞങ്ങൾക്ക് ഈ കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. ബനാന തൊഴിലാളി യൂണിയൻ STU കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ TP ഹാരിസ് അധ്യക്ഷത വഹിച്ചു. PP നാസർ, BK ഷാജിദ്, K ഖാലിദ്, P നിസാർ, TP നാസർ, ML അഹമ്മദ്, റയീസ്, VK മുഫീദ്, PP നൌഷാദ്, MT സഹീർ, KK മുനീർ, BK നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല തൊഴിൽ നേടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ 21 നടക്കുന്ന മെഗാ ജോബ് ഫെയർ സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ തൊഴിൽ മേളയിലൂടെ ചുരുങ്ങിയത് 5000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 10,000 ഉദ്യോഗാർത്ഥികളെ വരെ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും യുവാക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഇവിടെ ഐസെക്ടിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ചേർന്ന പരിപാടി 50ലധികം കമ്പനികൾ പങ്കെടുക്കുകയും 5000-ലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആവശ്യമായ തൊഴിലന്വേഷകരെ കണ്ടെത്താനുള്ള പ്രവർത്തനം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നടത്തുകയുമാണ്. അപ്പോൾ 5000-ലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൊഴിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അതിലുള്ള അവസരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതിന് ഒരു പ്രോത്സാഹനം പിന്തുണ കൂടി നൽകുക എന്നുള്ളതാണ്. ബിരുദധാരികളായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരൻ നമ്മുടെ ജില്ലയിൽ തന്നെ. പക്ഷെ അവരെല്ലാം തന്നെ ഞങ്ങളെയൊക്കെ സമീപിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ശരി MLA ഞങ്ങളെല്ലാം സമീപിച്ച് എന്തെങ്കിലും ജോലി വേണം സാർ, ആളുകൾ നിങ്ങളെല്ലാം ജോലി ഭാഷ എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് പറയാം. അല്ല, ഇന്റർവ്യൂ കാർഡ് കിട്ടിയതാണെങ്കിൽ നമുക്കതിൽ ഇടപെടാം.
പക്ഷെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇന്ന ജോലി നിങ്ങൾക്ക് പറ്റുന്നതാണെന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയില്ല. അതിവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലായിടങ്ങളിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ വേതനങ്ങളും അല്ലാതെയും കിട്ടുന്ന കാര്യം പറയേണ്ടത് പറഞ്ഞാൽ തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളുടെ നീണ്ട ക്യൂ ആണ്. വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ നിലവിലുണ്ടായിട്ടും യുവാക്കൾ പുറംനാടുകളിൽ സമാന ജോലികൾ തേടിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ രൂപീകരിച്ചിരിക്കുന്നതെന്ന് KV സുമേഷ് MLA വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പിന്നെ 2,40,000 വരെയുള്ള 1,00,000 മുകളിൽ 2,40,000 വരെ ഏതാണ്ട് 1,450 തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തൊഴിലന്വേഷകരുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്ന കാര്യം അതാണ്. പക്ഷെ ഇതില് ആപ്ലിക്കന്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടാണോ ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല വന്നിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്, മീഡിയ വഴി ഈ കാര്യങ്ങളൊന്നും എല്ലാവരും അറിഞ്ഞാൽ അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വലിയ സഹായകരമായിട്ട് മാറിയിരിക്കും. 31,000-ലേറെ തൊഴിലവസരങ്ങളുണ്ട്. ഇതെല്ലാം 21-ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കമ്പനികളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ വരികയും ഇവരെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതൊരു വലിയ അവസരമാണ്. നമ്മുടെ ജില്ലയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരമായിട്ടാണ് ഈ മെഗാ ജോബ് മേള വിജ്ഞാന കേരളം സംഘടിപ്പിക്കുന്നത് ഈ ജില്ലയിൽ മാറുന്നത്. കേരള നോളജ് ഇക്കണോമി മിഷന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴി മുൻകൂട്ടി അപേക്ഷിച്ചവർക്കാണ് മേളയിൽ പങ്കെടുക്കാൻ സാധിക്കുക. യോഗ്യതകൾക്കനുസരിച്ച് വിവിധ തൊഴിലവസരങ്ങൾ+2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി തൊഴിലവസരങ്ങളാണ് മേളയിലുള്ളത്. +2 യോഗ്യതയുള്ളവർക്കായി 64 വിഭാഗങ്ങളിലായി 3,200-ലധികം ഒഴിവുകളും ITI മുതലായ സാങ്കേതിക പരിശീലനം നേടിയവർക്ക് 12,838 ഒഴിവുകളും സാങ്കേതിക ഡിപ്ലോമക്കാർക്ക് 6,500-ലധികം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിരുദധാരികൾക്കും വിവിധ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കുമായി 8,000-ലധികം ഒഴിവുകളുമുണ്ട്. കൂടാതെ ജർമ്മനിയിലേക്ക് 1,050 നഴ്സുമാരുടെ ഒഴിവിലേക്കും മേളയിൽ റിക്രൂട്ട്മെന്റ് നടക്കും. മേളയോടനുബന്ധിച്ച് സാങ്കേതിക ഡിപ്ലോമക്കാർക്കായി 2,600-ലധികം ഒഴിവുകളിലേക്ക് വെർച്വൽ ജോബ് ഫെയറും സംഘടിപ്പിക്കുന്നുണ്ട്. തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 18 ഒരു ഉദ്യോഗാർത്ഥിക്ക് പരമാവധി 5 കമ്പനികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ രാവിലെ 8:30 എഞ്ചിനീയറിംഗ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ എന്നിവ തിരിച്ച് പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കും. ഈ തൊഴിൽമേളയുടെ തുടർച്ചയായി ഓഗസ്റ്റ് മാസത്തിൽ വിദേശ തൊഴിൽമേളയും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ M. സുർജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കപ്പൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലീം പറമ്പത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള തീരങ്ങളിൽ നടന്ന 2 കപ്പൽ അപകടങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ജീവനക്കാരുടെ ജീവഹാനി സംഭവിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താൻ IMO, ILO എന്നീ അന്താരാഷ്ട്ര ഫോറം തയ്യാറാവേണ്ടതാണ്. അതിനുവേണ്ട നടപടികൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡേഞ്ചറസ് കാർഗോവായി കണക്കാക്കുന്ന കപ്പലുകളിൽ അധിക വേതനം ഉറപ്പുവരുത്തണം. ഇത് സംബന്ധിച്ച് 2016 പാർലമെന്റ് നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയ വേതന സംഹിത ഇനിയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സംസ്ഥാനത്ത് 2000-ഓളം അവശരായി വിരമിച്ച കപ്പൽ ജീവനക്കാരുമുണ്ട്. അവർക്ക് 1 രൂപ പോലും പെൻഷനോ ആരോഗ്യ സുരക്ഷയോ ധനസഹായമോ സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും സലീം പറഞ്ഞു. മാസം കൊച്ചി തീരത്ത് നടന്ന ആ അപകടത്തിൽ 1000 കോടിയോളം നഷ്ടമാണ് പറയുന്നത്. 800 കോടിയുടെ പ്രൊഡക്റ്റും 200 കോടിയോളം കപ്പലിൻ്റെ വിലയും. ഇത് മുഴുവൻ ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് അവിടെ തൊഴിൽ ചെയ്തു വന്നിരുന്ന സീമന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇന്നലെ ഞങ്ങളുടെ ഓൾ കേരള സീമൻ അസോസിയേഷൻ്റെ പ്രതിനിധികൾ മംഗലാപുരത്ത് ഹോട്ടലിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവർ രാവിലെ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ള അറിയാൻ കഴിഞ്ഞത്. അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് 2 പേര് ICUവിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആ മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളാണ്. അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ യാതൊരു പോംവഴിയും ഇല്ല. അവരുടെ ക്ഷേമത്തിനോ അവരുടെ ജീവിതത്തിന് നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനോ സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നത്. കപ്പൽ ജീവനക്കാർക്ക് മാത്രമാണ് ഇത് വിഷയം ബാധിക്കുന്നത്. ഒരു സർക്കാരിന് ബാധിക്കുന്നതിനേക്കാൾ അധികം, അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ബാധിക്കുന്നതിനേക്കാൾ അധികം. കാരണം കേരളത്തിൻ്റെ
തീരങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ഈ കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബോൾസാണ്. ആ പ്ലാസ്റ്റിക് ബോൾസ് മീൻ കഴിക്കുകയാണെങ്കിൽ മീനിന് ദോഷമുണ്ട്, പക്ഷേ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വലിയ തോതിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ കണ്ടെത്തുകയാണെങ്കിൽ യാതൊരു വിഷയങ്ങളും വരുന്നില്ല. കാരണം അത് ആമാശയത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പ്ലാസ്റ്റിക്കിന്, മീനിന് ആ ആമാശയത്തിൽ തന്നെ ഉണ്ടാവും. നമ്മൾ മീൻ കഴിക്കുമ്പോൾ ആമാശയം എടുത്തു മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. സംസ്ഥാനത്തെ 48,000-ഓളം വരുന്ന കപ്പൽ ജീവനക്കാരാണ് വിദേശ സ്വദേശ കപ്പലുകളിൽ തൊഴിൽ ചെയ്യുന്നത്. ഇവരുടെ ക്ഷേമത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സലീം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ CK പുരുഷോത്തമൻ, ഷമീം അഹമ്മദ് എന്നിവരും പങ്കെടുത്തു. ദക്ഷിണകാശി വൈശാഖ മഹോത്സവ നിറവിൽ പ്രകൃതിയും മനുഷ്യനും സമന്വയിക്കുന്ന കൊട്ടിയൂർ ഉത്സവ നാളുകൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. 11 മാസത്തോളം ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന അക്കരെ സന്നിധിയിലേക്ക് ഇടവ മാസത്തിലെ മകന്നാളിൽ നീരെഴുന്നള്ളത്ത് നടന്നതോടെയാണ് ഉത്സവങ്ങൾക്ക് തുടക്കമായത്. കാണാം ഉത്സവ കാഴ്ചകൾ. ബാവലിപ്പുഴയിൽ മുങ്ങി ഈറൻ മാറാതെ കാനനപാത താണ്ടിയുള്ള യാത്ര. കാറ്റും മഴയും വകവയ്ക്കാതെ തിരുവഞ്ചിറ വലം വെച്ച് വിശ്വാസികൾ. പ്രകൃതിയും മനുഷ്യനും വിശ്വാസവും ഒരുമിക്കുന്ന അപൂർവ കാഴ്ച. ഉത്സവകാലത്ത് മാത്രം ഒരുക്കുന്ന അക്കരെ കൊട്ടിയൂരിലെ ഓലമേഞ്ഞ പർണശാലകളും ഓടപ്പൂവുകളും പ്രകൃതിയോടിണങ്ങിയ മറ്റ് കാഴ്ചകളാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബാവലിപ്പുഴയോരത്തെ ഈ യാഗഭൂമിയിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. 8 മുതൽ ജൂലൈ 4 വരെയാണ് ഉത്സവം നടക്കുക. 30 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഉത്സവകാലത്ത് പ്രതീക്ഷിക്കുന്നത്. 2000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. 15-നാണ് തിരുവോണം ആരാധന നടക്കുക. 17-ന് ഇളനീർ വെപ്പ്, 18-ന് ഇളനീരാട്ടം, 20-ന് രേവതി ആരാധനയും 24-ന് രോഹിണി ആരാധനയും നടക്കും. 26-ന് തിരുവാതിര ചതുശതം, 27-ന് പുണർദം ചതുശതം, 28-ന് ആയില്യം ചതുശതം, 30-ന് കലം വരവ് കലം പൂജ, ജൂലൈ 3-ന് അത്തം ചതുശതവും വാളാട്ടവും കലശപൂജ എന്നിവയും നടക്കും. 4-നാണ് തൃക്കലശാട്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ വർഷം 3 കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. KS ശബരിനാഥൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസീൻ മജീദ്, നവീൻ കുമാർ, സുനിത് നാരായണൻ എന്നിവർ പ്രതികളായ കേസിലാണ് പോലീസ് നടപടി വൈകുന്നത്. കുറ്റപത്രത്തിന് കേന്ദ്ര അനുമതി ലഭിക്കാത്തതാണ് പോലീസിനെ കേസിൽ വീട്ടിലാക്കിയത്. 2022 ജൂൺ 13 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിച്ചത്. മുഖ്യമന്ത്രിയെ വെച്ചേക്കില്ലെന്ന് ആക്രോശിച്ചുവെന്നും വിമാനത്തിന് ഭീഷണിയുണ്ടാക്കിയെന്നുമായിരുന്നു FIR. വധശ്രമത്തിന് പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചുവെന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്തതാണ് പോലീസിന് തന്നെ തിരിച്ചടിയായത്. സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ആവശ്യമായി വന്നതോടെ പോലീസ് പെട്ടു. 3 വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല. സർക്കാർ കത്തയച്ചിട്ടും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് തെളിവില്ലെന്നത് വ്യക്തമാക്കുകയാണെന്നാണ് കേസിലെ 1-ാം പ്രതി ഫർസീൻ മജീദിന്റെ വാദം. കേരളത്തിനെ നടുക്കിയ അന്നത്തെ വലിയ ചർച്ചയായിരുന്ന മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് ഇന്ന് 3 വർഷം എത്തി നിൽക്കുകയാണ്. അതിനകത്ത് 1-ാം പ്രതിയെ ചേർത്തിരിക്കുന്നതാണ് എൻ്റെ പേരിലുണ്ടായ കുറ്റം എന്ന് പറയുന്നത്. പക്ഷേ 3 വർഷം എത്തി നിൽക്കുന്ന ഇന്ന് പോലും ആ കേസിനകത്ത് കേരളത്തിലെ പോലീസ് കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കേസ് തെളിയിക്കുവാനോ അതിനകത്തെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ കേരളത്തിലെ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ ഞങ്ങളൊക്കെ ഗുണ്ടയാണ്, ക്രിമിനലുകളാണ്, ഈ നാടിനകത്തുനിന്നും നാട് കടത്തേണ്ട, കാപ്പ വരെ ചുമത്തേണ്ട ക്രിമിനലുകളാണെന്ന് അന്നത്തെ ഭരണകൂടം പോലീസ് നമ്മളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞതിന് ശേഷം 3 വർഷം എത്തി നിൽക്കുമ്പോൾ പോലും അതിനകത്ത് കോടതിക്ക് മുമ്പിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് ഈ ഭരണകൂടം മാറുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ കൂടി മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു കഴമ്പില്ല എന്ന തരത്തിലേക്ക് ഇതെത്തുമ്പോൾ നമ്മളൊക്കെ 3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സാഹചര്യത്തിലാണ് ഇന്നും എത്തി നിൽക്കുന്നത്. ഇതൊക്കെ ഈ നാടിനകത്തെ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി എൻ്റെ വിദ്യാലയം, ഞാൻ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ്, എൻ്റെ വിദ്യാലയത്തിന് മുമ്പിൽ വന്ന് സമരങ്ങൾ നടത്തി എൻ്റെ സ്കൂളിനകത്തെ കുട്ടികളുടെ EC വാങ്ങി പോകാൻ വരെയുള്ള ശ്രമമുണ്ടായി. അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചത് ഈ നാടിനകത്തെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ്. വലിയ തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലായാലും ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായാലും ഏത് തരത്തിലും വേട്ടയാടപ്പെടുമ്പോൾ ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെയുള്ള പോരാട്ടത്തിനകത്ത് കേരളത്തിനകത്ത് പിണറായി വിജയൻ ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിനകത്ത് നരേന്ദ്രമോദി എന്താണോ എതിരാളികൾക്ക് എതിരെ ഉപയോഗിക്കുന്നത് അത് തന്നെ കേരളത്തിനകത്ത് പിണറായി വിജയനും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്
ഈ അവസരത്തിൽ പറയാനുള്ളത്. ശംഖുമുഖം SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയായിരുന്നു കേസ് അന്വേഷണം ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സംഘം തന്നെ ഇപ്പോൾ നിലവിലില്ല. അന്വേഷണം പതിയെ അവസാനിപ്പിച്ച മട്ടുമാണ്. മുദ്രാവാക്യം വിളിച്ചതിന്റെ ദൃശ്യങ്ങൾക്കപ്പുറം പുതിയ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതും കേസിലെ വീഴ്ചയാണ്. ആഭ്യന്തര വകുപ്പിന്റെ അധിപൻ കൂടിയായ പിണറായി വിജയന് നേരെയുള്ള അതിക്രമ കേസിലാണ് പോലീസിന് നാണം കെടേണ്ടി വരുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.